15 ദിവസം മാത്രം പ്രായമുള്ള കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് ഒരു ആംബുലൻസ് ട്രാഫിക് എന്ന സിനിമയിലെ രംഗങ്ങളെ അനുസ്മരിക്കുന്ന തരത്തിൽ ഉദ്യോഗജനകമായ സംഭവങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ചൈൽഡ് പ്രൊട്ടക്ട് ടീം, കർണാടക പോലീസ്, കേരള പോലീസും സംയുക്തമായാണ് ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ നില വളരെ ഗുരുതരം ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആംബുലൻസ് സംഘടനകളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും സഹായവും ഇതിനുണ്ട്. സൈബർ ലോകത്തും ഒരു വലിയ പിന്തുണ ഈ ഉദ്യമത്തിന് ഉണ്ട്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആംബുലൻസ് കണ്ണൂർ കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കാണ് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ മുതൽ യാത്ര ആരംഭിച്ചത്. രാവിലെ 10-ന് മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് കുഞ്ഞിനെ ചികിത്സയ്ക്കായി കൊണ്ടുവരികയാണ്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് 620 കിലോമീറ്ററാണുള്ളത്. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഏതാണ്ട് 15 മണിക്കൂറിന് മേലെ സമയമെടുക്കും. എന്നാൽ 10 മുതൽ 12 വരെ മണിക്കൂറിനുള്ളിൽ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് ഇത്രയും സമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനാകും എന്നാണ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം പറഞ്ഞിരിക്കുന്നത്. ആംബുലൻസിന് വഴിയൊരുക്കാനായി ടീം അംഗങ്ങൾ റോഡിൽ ജാഗരൂകരായി നിലകൊള്ളുകയാണ്. ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ജനങ്ങളും തയ്യാറായിരിക്കുന്നുവെന്നാണ് ടീം അംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ ഉദ്യമം തന്നെയാണ് ഇപ്പോൾ കേരള പോലീസും കർണാടക പോലീസും അതുപോലെ തന്നെ ആംബുലൻസ് അസോസിയേഷനും ചൈൽഡ് പ്രൊട്ടക്ട് ടീമും ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളെല്ലാം ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എന്നാലും സോഷ്യൽ മീഡിയയിലാണ് വലിയൊരു ക്യാമ്പയിൻ ഇതിനുവേണ്ടി ആരംഭിച്ചിരിക്കുന്നത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും അടക്കം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും റോഡ് ബ്ലോക്ക് ആകാതിരിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം എന്ന് ടീം അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ തന്നെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നടക്കുന്നത്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സാപ്പിലും എല്ലാം നടക്കുന്നത്. കുട്ടിയുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവർ നിർബന്ധിതനാകുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വഴിയരികിൽ എല്ലാം ആംബുലൻസ് കടന്നു പോകാനുള്ള പൂർണ്ണ സംവിധാന സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചൈൽഡ് പ്രൊട്ടക്ട് ടീം വലിയൊരു ഉദ്യമമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവരോടൊപ്പം കർണാടക പോലീസും കേരള പോലീസും ഒപ്പം തന്നെ ആംബുലൻസ് സംഘടനകളും സൈബർ സംഘടനകളും എല്ലാം ഉണ്ട് എന്നുള്ളതും വലിയ ആശ്വാസകരമാകും. 12 മണിക്കൂറിന് ശേഷം തിരുവനന്തപുരത്ത് എത്തിച്ചേരാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ടീം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. സൗത്ത് ബസാർ, കണ്ണൂർ സൗത്ത് ബസാർ.